ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈറലായിട്ടുള്ള സെല്ലുമാക്സിൻ്റെ റെറ്റിനാൽ ഷോർട്ട് ടൈറ്റനിങ് ബൂസ്റ്റർ ക്രീമിനെ കുറിച്ചുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാം. ഈ ക്രീമിൽ 0.1% റെറ്റിനാളാണ് അടങ്ങിയിട്ടുള്ളത്. റെറ്റിനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെറ്റിനോളിനേക്കാളും കുറച്ചും കൂടെ സ്ട്രോങ്ങറുമാണ്, ഫാസ്റ്ററുമാണ്. എന്നാൽ പ്രിസ്ക്രിപ്ഷൻ ബേസ്ഡ് റെറ്റിനോളിനേക്കാളും കുറച്ചും കൂടെ മൈൽഡറാണ്. എല്ലാ തരത്തിലുള്ള ഏജിങ് കൺസേൺസിനും നമുക്ക് ഈ ക്രീം യൂസ് ചെയ്യാം. അതായത് ഇപ്പോൾ ഫേസിലുണ്ടാകുന്ന വ്രിങ്കിൾസ്, ചുളിവുകൾ, എൻലാർജ്ഡ് പോർസ്, ഏജ് കാരണം ഉണ്ടാകുന്ന സ്പോട്സുകൾ, ഫൈൻ ലൈൻസുകൾ, പിന്നെ ആക്നെ പ്രോൺ സ്കിന്നുള്ളവർക്കും ഈ ക്രീം യൂസ് ചെയ്യാം. വളരെ ചെറിയ പാർട്ടിക്കൽ സൈസാണ് ഈ ക്രീമിനുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്യാനും റിസൾട്ട് വേഗം തന്നെ കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിനൊരു എയർ ഷോട്ട് ടെക്നോളജി ഉണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലേക്ക് വേഗം ഡെലിവർ ആവാനും പ്രൊഡക്റ്റ് ഡീപ്പിലായിട്ട് പെനട്രേറ്റ് ചെയ്യാനും നല്ല തരത്തിലുള്ള റിസൾട്ട് കിട്ടാനും സഹായിക്കും. കൂടാതെ ഇതിൽ 1% പാന്തനോളും അടങ്ങിയിട്ടുണ്ട്. ഈ പാന്തനോള് നമ്മുടെ സ്കിന്നിനെ കാമാക്കാനും നല്ല രീതിയിൽ സൂത്താക്കാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല 3%ഓളം മാട്രിക്സൽ 3000 ഇതെന്ന് പറയുന്നത് ഒരു പെപ്റ്റൈഡാണ്. ഈ പെപ്റ്റൈഡ് നമ്മളെ സ്കിന്നിലെ ഏജിങ് കുറയ്ക്കാനും നല്ല പ്ലംബി ആയിട്ടുള്ള സ്കിന്ന് കിട്ടാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ റെറ്റിനാളും പെപ്റ്റൈഡും കൂടെ കമ്പൈൻ ചെയ്ത് വരുമ്പം നമുക്കൊരു ബെസ്റ്റായിട്ടുള്ള ഒരു ആൻറ്റി ഏജിങ് ഗ്ലോ ആണ് ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. കൂടാതെ ഇതിൽ ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നയാസിനാമൈഡും അടങ്ങിയിട്ടുണ്ട്. വളരെ കുറച്ച് എമൗണ്ടോളം വൈറ്റമിൻ സിയും അടങ്ങിയിട്ടുണ്ട്. നിങ്ങളിത് നൈറ്റാണ് യൂസ് ചെയ്യേണ്ടത്. ഫേസ് നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്തിട്ട് ക്ലെൻസ് ചെയ്ത ശേഷം ഇത് ഒരു ചെറിയ പീസൈസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചെടുത്തിട്ട് എവിടെയാണോ എഫക്റ്റഡ് ആയിട്ടുള്ളത് ആ ഏരിയയിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഓൾ ഓവർ ദ ഫേസ് കൊടുക്കാം. ഇത് ക്രീം ഒരുപാട് എടുത്ത് ഫേസിൽ മൊത്തത്തിൽ തേക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. വളരെ കുറച്ച് എമൗണ്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്ത ശേഷം അതൊന്ന് അബ്സോർബ് ചെയ്യാൻ വിടുക. എന്നിട്ട് എന്തായാലും മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം. മോർണിംഗ് സൺസ്ക്രീനും യൂസ് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പം എന്തായാലും പാച്ച് ടെസ്റ്റ് എടുത്ത് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്ത ശേഷം മാത്രം യൂസ് ചെയ്യുക. ആദ്യമായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ഒന്നിടവിട്ട രാത്രികളിൽ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ സ്കിന്നായിട്ടൊന്ന് സെറ്റായ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി രാത്രി യൂസ് ചെയ്യാം. ഇത് റെറ്റിനാൽ ഏജിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതായതുകൊണ്ട് 25 വയസ്സിനും 35 വയസ്സിനും ഇടയിലുള്ളവർ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് നിങ്ങൾക്ക് ഫേസിൽ മാത്രമല്ല കൈമുട്ടിലും കാൽമുട്ടിലും, അതായത് എൽബോസിലും നീസിലും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അവിടുത്തെ ഡാർക്ക്നെസ് ഒക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ആദ്യമായിട്ട് ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു കുത്തുന്ന പോലത്തെ ഒരു ഫീലിംഗ് നമുക്ക് വരും കേട്ടോ. അത് സാധാരണയാണ്. നിങ്ങൾക്ക് വല്ലാണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ യൂസ് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഏകദേശം ഒരു 3 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ ഇതിൻ്റെ റിസൾട്ട് കിട്ടി തുടങ്ങുള്ളൂ കേട്ടോ. കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും സ്കിന്നിനെ ബ്രൈറ്റ് ആക്കാനും നല്ല രീതിയിൽ ടൈറ്റൻ ആക്കാനും ഏജിങ്ങും വ്രിങ്കിൾസും ഫൈൻ ലൈൻസ് ഒക്കെ കുറയ്ക്കാനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റാനൊക്കെ ഈ ക്രീം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാത്രം നിങ്ങളിത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. കുറച്ച് പേർക്ക് അങ്ങനെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബൈ.